നമസ്കാരം. പ്രധാന വാർത്തകൾ. അന്തരിച്ച CMP നേതാവിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. അതിയാമ്പൂർ ഗ്രാമം കണ്ണീരോടെ വിട നൽകി. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ്. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. അഴിമതിക്കെതിരെ ഉപവാസമനുഷ്ഠിച്ച് CPI പ്രവർത്തകർ. സംഘർഷഭൂമിയിൽ സമാധാന സന്ദേശവുമായി ബല്ലായിസ്റ്റ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. അന്തരിച്ച CMP നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളെത്തി. കഴിഞ്ഞ ദിവസം അന്തരിച്ച CMP ജില്ലാ സെക്രട്ടറി M കർത്തമ്പുവിന്റെ മൃതദേഹം കോട്ടച്ചേരി കുന്നുമലിലെ IMA ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും സഹപ്രവർത്തകരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗവും CMP പോളിറ്റ് ബ്യൂറോ അംഗവുമായ CP ജോൺ, മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ CA അജീർ, TCH വിജയൻ, സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി പാട്യം രാജൻ, മുൻ സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് KR അരവിന്ദാക്ഷൻ, MK കണ്ണൻ തുടങ്ങിയ നേതാക്കൾ അന്തിമോപചാരമർപ്പിക്കാൻ എത്തി. CP ജോൺ മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു. ഉദുമ MLA K കുഞ്ഞിരാമൻ രാവിലെ M കർത്തബുവിന്റെ അതിയാമ്പൂരിലെ വീട് സന്ദർശിച്ച് അനുശോചനം അറിയിച്ചു. DCC പ്രസിഡന്റ് K വെളുത്തമ്പു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, KP കുഞ്ഞിക്കണ്ണൻ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ, ദേശീയ സമിതി അംഗം മടിക്കൈ കമാരൻ, CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, AK നാരായണൻ, അഡ്വക്കേറ്റ് K പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, ജനതാദൾ നേതാക്കളായ AP രാമകൃഷ്ണൻ, M കുഞ്ഞമ്പാടി, മുസ്ലിം ലീഗ് നേതാക്കളായ MC ഗമറുദ്ദീൻ, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, A ഹമീദാജി, ബഷീർ വിള്ളിക്കോത്ത്, KPCC നിർവാഹക സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് MC ജോസ്, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, P ഗംഗാധരൻ നായർ, മലബാർ വാർത്താ എഡിറ്റർ ബഷീർ ആറങ്ങാടി, LBS എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ KN നവാസ് തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. തുടർന്ന് നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അതിയാമ്പൂരിലെ ആദ്യകാല പാർട്ടി നേതാവിന് ഗ്രാമം കണ്ണീരോടെ വിട നൽകി. രാഷ്ട്രീയത്തിന്റെ മതിൽക്കെട്ടുകൾ ഇല്ലാതെയാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച CMP നേതാവിന് അദ്ദേഹത്തിന്റെ ജന്മനാടായ അതിയാമ്പൂർ ഗ്രാമം വിട നൽകിയത്. CPM നിയന്ത്രണത്തിലുള്ള പാർക്കോ ക്ലബിലും ബാലബോധിനി വായനശാലയിലുമായിരുന്നു മൃതദേഹം പൊതുദർശനത്തിന് വെച്ചതും സർവകക്ഷി അനുശോചന യോഗം നടന്നതും. CPMന്റെ ആദ്യകാല നേതാവായ കർത്തമ്പുവിന്റെ പഴയകാല സഹപ്രവർത്തകരെല്ലാം അനുശോചന യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഒരു പാർട്ടി ഗ്രാമത്തിൽ പാർട്ടി നേതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് നൽകുന്ന അതേ ആദരവാണ് അതിയാമ്പൂർ ഗ്രാമം അന്തരിച്ച നേതാവിന് നൽകിയത്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല പരിസരത്ത് നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ CMP നേതാവ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CMP പോളിറ്റ് ബ്യൂറോ അംഗം CP ജോൺ, സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി പാട്യം രാജൻ, CA അജീർ, CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണൻ, അഡ്വക്കേറ്റ് K പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, KP കുഞ്ഞിക്കണ്ണൻ, വിനോദ് കുമാർ പള്ളയിൽ വീട്, അഡ്വക്കേറ്റ് MC ജോസ്, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, A ഹമീദാജി, കരിവള്ളൂർ വിജയൻ, A ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി C മോഹനൻ പിള്ള ആവശ്യപ്പെട്ടു. തൊഴിലില്ലാത്ത 10,000-കണക്കിന് യുവതി യുവാക്കൾ കേരളത്തിലുള്ളപ്പോൾ അവരുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിക്കേണ്ടതെന്നും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്നോട്ട് പോകണമെന്നും കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C മോഹനൻ പിള്ള കാഞ്ഞങ്ങാട്ട് പറഞ്ഞു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കൽ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് കേരളത്തിൽ വളരെ ചർച്ച നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനകത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യവും ഇവിടുത്തെ തൊഴിലില്ലാത്ത യുവാക്കളുടെ എണ്ണം വലിയ രീതിയിൽ, അതായത് 45 ലക്ഷത്തിനടുത്ത്, മുഖ്യമന്ത്രി തന്നെ നാളെ പറഞ്ഞത് 40 ലക്ഷത്തിൽ പുറത്തുണ്ടെന്നാണ്. അത്രയും തൊഴിലില്ലാത്ത യുവാക്കൾ കേരളത്തിൽ ഉള്ളപ്പോൾ 25-30 വർഷം സർവീസിലിരിക്കുന്ന ആളിന് ആ യുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയാതെ ഒരിക്കലും ഈ പെൻഷൻ പ്രായം കേരളത്തിൽ വർദ്ധിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ ചെയ്യാൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചാൽ അത് ഏറ്റവും വടി കൊടുത്ത് അടി മേടിക്കുന്നതിന് തുല്യമായിരിക്കും. ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും.
റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ 35 രൂപയിൽ നിന്നും 75 രൂപയാക്കി വർദ്ധിപ്പിച്ചതും ഓണം ഫെസ്റ്റിവൽ അലവൻസ് 500 രൂപ നൽകുവാൻ തീരുമാനിച്ചതും UDF സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി അംശാദായം 50 രൂപയിൽ നിന്നും 100 രൂപയായി ഉയർത്തിയതായും അദ്ദേഹം പറഞ്ഞു. ലഭിക്കുന്ന നികുതി പണം അതിൻ്റെ ഒരു 2% ഈ ക്ഷേമനിധിക്ക് വേണ്ടി നീക്കിവെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അതുപോലെ തന്നെ ഈ ക്ഷേമനിധി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ഡെപ്യൂട്ടേഷനിൽപ്പെട്ട ജീവനക്കാരാണ് ക്ഷേമനിധിയിലേക്ക് വരുന്നത്. അവരുടെ സേവനം ഒരു യഥാർത്ഥമായ ഒരു സേവനമായിട്ട് കിട്ടുന്നില്ല. കാര്യം അവർ മനസ്സ് അവിടെയും ശരീരം ഇവിടെയായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനുവേണ്ടി കാര്യമായ ഒരു പ്രവർത്തനം നടത്തത്തില്ല. പകുതി സമയങ്ങളിൽ അവർ ലീവായിരിക്കും, അങ്ങനെയൊക്കെയുള്ള. അതുകൊണ്ട് നേരിട്ട് നിയമനങ്ങൾ നടത്തി ഡെപ്യൂട്ടേഷൻ മാക്സിമം കുറച്ചുകൊണ്ട് ഇവരെ ഇതിനകത്ത് കൊണ്ടുവരണം, ജീവനക്കാരെ കൊണ്ടുവരണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ മുഴുവൻ തൊഴിലാളികൾക്കും ESI ആനുകൂല്യം ലഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസുകൾ തുറക്കണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയുടെ ഓഫീസ് അടിയന്തരമായും തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗക്കാരായിട്ടുള്ള ആളുകൾ, ദൂരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന അമ്മമാരും സഹോദരിമാരുമാണ് ഈ കാസർഗോഡ് ജില്ലയിലെയും ഈ മലപ്പുറം ജില്ലയിലെയുള്ള സ്ത്രീകൾ. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗം മുസ്ലിം സഹോദരിമാരാണ്. അപ്പോൾ അവർക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്തു പോയി ഈ ക്ഷേമനിധിയിൽ അംഗമാകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അടിയന്തരമായും അതത് ജില്ലയിൽ ഇതിൻ്റെ ഓഫീസ് കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഈ ഓഫീസ് അടിയന്തരമായി ആരംഭിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. വാർത്താ സമ്മേളനത്തിൽ തോമസ് ജോസ്, അബ്രഹാം തോണക്കര, രാജു നെച്ചേരി, ബേബി പാറേക്കാട്ടിൽ, EP ജോർജ്, KK ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരെ കാസർഗോഡ് CPI ഉപവാസമനുഷ്ഠിച്ചു. അഴിമതിയും വിലക്കയറ്റവും തടയുക, കള്ളപ്പണം കണ്ടുകെട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി CPI ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഉപവാസമനുഷ്ഠിച്ചത്. ഉപവാസത്തിന് മുന്നോടിയായി നഗരത്തിൽ പ്രകടനവും നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഉപവാസം പള്ളിപ്രം ബാലൻ ഉദ്ഘാടനം ചെയ്തു. നടത്തുന്ന ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമാണ് ഈ സമരം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ ഈ പാർട്ടിയുടെ നായകൻ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ സമര നേതാവുമായ സഖാവ് ബർദാനാണ് ഈ സമരത്തിൽ നയിക്കുന്നത്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാരും അതാത് ജില്ലകളിലെ സംസ്ഥാനത്തെ കൗൺസിലും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതാത് ജില്ലകളിൽ വിവിധ കേന്ദ്രങ്ങൾ നിശ്ചയിച്ച കേന്ദ്രങ്ങളിലെല്ലാം ഈ സമരം നയിക്കുന്നു. കാസർഗോഡ് തന്നെ 2 കേന്ദ്രങ്ങളിലാണ്. ഒന്ന് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമായ സഖാവ് ചന്ദ്രശേഖരൻ നീലേശ്വരത്ത് ഉദ്ഘാടനം ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് അംഗവും അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള സഖാക്കൾ അവിടെ അതിന് നേതൃത്വം നൽകുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ സെക്രട്ടറി തന്നെ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ഇവിടെ നേതൃത്വം നൽകുന്നു. ജില്ലാ സെക്രട്ടറി T കൃഷ്ണൻ, BV രാജൻ, EK നായർ, നാരായണൻ പേരിയ തുടങ്ങിയവർ സംസാരിച്ചു. V രാജൻ സ്വാഗതം പറഞ്ഞു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം സമാപിച്ചു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ നടന്ന ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നറടി ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലാ സമ്മേളനം ഇന്നലെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. കാരണം കാഞ്ഞങ്ങാട് ഒരു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഏത് സമ്മേളനം നടക്കുന്നതിന് പരാതികളും പോരായ്മകളും ഉണ്ടാകുന്നു. കാഞ്ഞങ്ങാട് പറ്റി മേഖലാ സമ്മേളനം നടത്തി ഇതിൻ്റെ പോരായ്മകളും ഇതിൻ്റെ പരാതികളും ഉണ്ട്. അതുപോലെ ജില്ലാ സമ്മേളനങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് പരാതി എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരാതിയും പോരായ്മയും മനസ്സിലാവും. അതുപോലെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ചില പരാതികളും ചില പോരായ്മകളുണ്ടാവും. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വരുന്ന ജില്ലാ സംസ്ഥാന സമ്മേളനം യാതൊരു കുറവുമേൽക്കാതെ യാതൊരു പരാതിയുമില്ലാതെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ആളുകൾ യാതൊരു കുറവുമേൽപ്പിക്കാതെ ഈ ഒരു സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് വെച്ച് നടക്കുമ്പോൾ ഒരു രീതിയിലും കൊണ്ടം തട്ടാത്ത രീതിയിൽ ഒരു പരാതി ഇല്ലാതെ നടത്താൻ സാധിക്കും. ഈ സമ്മേളനങ്ങളോ ജില്ലാ സമ്മേളനം ചെറിയ പരാതികൾ ഉണ്ടായില്ല. പക്ഷെ ആ പരാതി നിങ്ങൾ അതേതായ രീതിയിൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കി സംസ്ഥാന സമ്മേളനം നല്ല കൃത്യമായി കൊണ്ടുവരാം. സംഘർഷ ഭൂമികളിൽ നിന്ന് പകർത്തുന്ന ചിത്രങ്ങൾ അക്രമങ്ങളുടെ ഭീകരത ജനങ്ങളിലെത്തിക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അക്രമങ്ങൾ സൃഷ്ടിച്ച് മറയുന്നവരെ കണ്ടെത്താൻ ഫോട്ടോഗ്രാഫർമാർ സധൈര്യം പകർത്തുന്ന ചിത്രങ്ങൾക്കാവുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലാ പ്രസിഡന്റ് പ്രജിത് NK അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ചങ്കരങ്കോട് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് KC അബ്രഹാം, ജില്ലാ സെക്രട്ടറി ചന്ദ്രൻ വെടിക്കുന്ന്, ജില്ലാ ട്രഷറർ ബേബി പ്രസാദ്,
CK ജനാർദ്ദനൻ, ഷെരീഫ് ഫോട്ടോ മാജിക് തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി K. സുധീർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് രേവതി നന്ദിയും പറഞ്ഞു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ GNM നഴ്സിംഗ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള കോഴ്സുകൾക്ക് പ്രവേശനത്തിനായി ഉടൻ ബന്ധപ്പെടുക. മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യ മേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയാറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം, നിയോ നാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 lines. Mansoor Hospital. Dedication, determination and divinity. സമാധാന സന്ദേശവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ റാലി നടത്തി. കാലുഷ്യത്തിന്റെ കന്മഷമൊഴിഞ്ഞ മനസ്സുകളിൽ മാനവ സ്നേഹത്തിന്റെ ഉദാത്ത ഭാവം വിരിയണമെന്ന വിളംബരവുമായി ബല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മയും ഫോറം ഓഫ് സോഷ്യോളജി ടീച്ചേഴ്സ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച സമാധാന സന്ദേശയാത്ര മാതൃകയായി. സാമൂഹ്യ പുരോഗതിയിൽ വിദ്യാർത്ഥികൾക്ക് ഏറെ ചെയ്യാനുണ്ടെന്ന സത്യം അക്ഷരാർത്ഥത്തിൽ വിളംബരം ചെയ്യുന്നതായിരുന്നു കാഞ്ഞങ്ങാട്ട് നടന്ന റാലി. മൻസൂർ ജംഗ്ഷനിൽ വെച്ച് നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോരടി റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. മാനവ പുരോഗതിക്ക് ശാശ്വത സമാധാനത്തിന്റെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മയും ഫോറം ഓഫ് സോഷ്യോളജി ടീച്ചേഴ്സ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംയുക്തമായി ആരംഭിക്കുന്ന സമാധാന സന്ദേശയാത്രയാണ് ലക്ഷ്യസ്ഥാനമായ മാന്തോപ്പ് മൈതാനിയെ ലക്ഷ്യവെച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരുന്നത്. അനുഗ്രഹിച്ചാൽ മാന്തോപ്പ് മൈതാനിയിൽ നടന്ന സമാപന യോഗത്തിൽ പ്രിൻസിപ്പൽ PV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ ശ്യാമള, ഫോറം ഓഫ് സോഷ്യോളജി ജില്ലാ കമ്മിറ്റി ചെയർമാൻ M. രാധാകൃഷ്ണൻ, PTA പ്രസിഡന്റ് രാജൻ ബല്ല, കുഞ്ഞികൃഷ്ണൻ, ശ്രീധരൻ ചൂട്ടക്കാട്ട്, PV റാവു, വത്സൻ പിലിക്കോട് എന്നിവർ പ്രസംഗിച്ചു. സമാധാന സന്ദേശയാത്രയ്ക്ക് വിനയചന്ദ്രൻ, വിനയരാജ്, ബാലകൃഷ്ണൻ, വിശ്വംഭരൻ, ജയപ്രഭ, ദീപ, ജോയ് എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ 16ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 22-23 തീയതികളിൽ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടക്കും. സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമവികസന പ്ലാനിംഗ് സാംസ്കാരിക നോർക്ക വകുപ്പ് മന്ത്രി KC ജോസഫ്, പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ, ഓൾ ഇന്ത്യ കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി P. ബാലകൃഷ്ണൻ, സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് സോളമൻ അലക്സ്, വൈസ് പ്രസിഡന്റ് P. ശശികുമാരൻ നായർ, പ്ലാനിംഗ് ബോർഡ് മെമ്പർ CP ജോൺ, E. ചന്ദ്രശേഖരൻ MLA, KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും. ഈ കാർഷിക ഗ്രാമവികസന ബാങ്കിംഗ് മേഖലയിലെ ജീവനക്കാരുടെ പ്രശ്നം മാത്രമല്ല, മറിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ കൂടി. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കൂടാളി ശ്രീധരൻ, ജനറൽ സെക്രട്ടറി CK ഷാജി മോഹൻ, സ്വാഗത സംഘം ചെയർമാൻ KV നാരായണൻ, ജനറൽ കൺവീനർ YMC ചന്ദ്രശേഖരൻ എന്നിവർ സംബന്ധിച്ചു. കാസർഗോഡ് ജില്ലാ സഹോദയ സ്കൂൾ കലോത്സവം 2011-12 ഭാഗമായുള്ള നൃത്തോത്സവം ഈ മാസം 26-27 തീയതികളിൽ കാഞ്ഞങ്ങാട് അമൃത വിദ്യാലയത്തിൽ വെച്ച് നടക്കും. ജില്ലയിലെ 18 CBSE സ്കൂളിൽ നിന്ന് പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 200-ലധികം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ സഹോദയ പ്രസിഡന്റ് ഷൈജ നായർ, അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ പ്രൊഫസർ സുമംഗല S. നമ്പ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോഴത്തെ ജില്ലാ സഹോദയ സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ മാസം 26-27 തീയതികളിൽ നടത്തുന്ന നൃത്തോത്സവത്തിന് കാഞ്ഞങ്ങാട് അമൃത വിദ്യാലയം വേദിയൊരുക്കുന്നു.
ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഫോക്ക് ഡാൻസ്, തിരുവാതിര, ഒപ്പന, ദഫ്മുട്ട്, കോൽക്കളി, മാർഗംകളി, ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ 2 വേദികളിലായി മത്സരങ്ങൾ നടക്കും. 26 രാവിലെ 10 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ KN സതീഷ് മുഖ്യാതിഥിയായിരിക്കും. മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ കാസർഗോഡ് ജില്ലാ മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ശുഭ വിനോദ്, ഋഷിത എന്നിവരും സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തരിച്ച CMP നേതാവിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. അദ്യാമ്പൂർ ഗ്രാമം കണ്ണീരോടെ വിട നൽകി. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ്. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. അഴിമതിക്കെതിരെ ഉപവാസമനുഷ്ഠിച്ച് CPI പ്രവർത്തകർ. സംഘർഷഭൂമിയിൽ സമാധാന സന്ദേശവുമായി ബല്ലായിസ്റ്റ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.